ഹലോ, നമുക്കിവിടെ നല്ല പിങ്ക് സേമിയ പായസം ഉണ്ടാക്കിയാലോ? നല്ല പിങ്ക് പാലട എന്നൊക്കെ പറയുന്ന മാതിരി നല്ല പിങ്ക് സേമിയ പായസം കേട്ടോ. അപ്പം യൂഷ്വലി നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെ ആദ്യം നമുക്ക് നല്ല നെയ്യിൽ ആവശ്യത്തിന് സേമിയ എടുത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ആവശ്യത്തിന് ബ്രൗൺ കളർ ആവുന്ന നേരം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് മെൽട്ടാക്കി എടുത്തതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് നമുക്കൊന്ന് നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. നല്ല കാരമലൈസ് ആയി കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലൊരു ടോഫി കളറിൽ നല്ലൊരു കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറെ രീതിയിലും ചെയ്യാം. നമുക്ക് ഷുഗറും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കാരമൽ ഉണ്ടാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ബട്ടർ ഇട്ടാലും നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എത്ര ആവശ്യത്തിനുള്ള പാൽ എത്രയാണോ, ഞാനിപ്പോൾ ഒരു 2 പാക്കറ്റ് പാലിലേക്കുള്ള പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 പാക്കറ്റ് പാൽ ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളുടെ അടിയിലുള്ള കാരമൽ ചെയ്തിട്ടുള്ള ഷുഗർ എല്ലാം നന്നായി മിക്സ് ചെയ്ത് വരണം. കാരണം പാലൊഴിക്കുമ്പോൾ കുറച്ചൊന്ന് കട്ടായി വരും. അപ്പോൾ അതിനെ നന്നായി സ്റ്റിർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ലൂസായിട്ട് ഈ പാലിലേക്ക് നല്ല മിക്സായി വരും കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിങ്ങനെ മിക്സായി ചെറുതായി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായതിൻ്റെ ശേഷം, അതായത് ഈ ഷുഗർ മൊത്തം നമുക്ക് മിക്സായി പാലിന് ആ ഒരു പിങ്ക് കളറ് വരുമ്പോൾ നമ്മൾ അട ഉണ്ടാക്കുന്ന മാതിരിയുള്ള സേമിയ നമുക്ക് ഈ മൊമെൻറ്റിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ സേമിയ റോസ്റ്റ് ചെയ്ത് അതിലേക്ക് പാലൊഴിച്ച് സേമിയ പായസം ഉണ്ടാക്കുന്നവരും ഉണ്ട്. അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിതെന്തായാലും നന്നായി മിക്സ് ആയതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മുടെ സേമിയ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സേമിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടി കട്ടിയുള്ള പാത്രമാണെങ്കിലും ഒന്ന് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം അടി പിടിച്ച് പോയാൽ നമുക്ക് പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഞാൻ എടുത്തിട്ടുള്ള നല്ല കട്ടിയുള്ള പാത്രമാണ്. അടി പിടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി കുറുകി നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കിങ്ങനെ സേമിയ അങ്ങനെ പൊന്തി പൊന്തി വരുന്നത് കാണാം. അപ്പോൾ ആ ഒരു ഇതിലെത്തുമ്പോൾ ഏകദേശം സേമിയൊക്കെ വെന്തുണ്ടാവും. എന്നാലും ഒന്ന് നോക്കിക്കോളുണ്ട് കേട്ടോ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. വെന്ത് തുടങ്ങുമ്പോൾ ഞാനിതിലേക്ക് നമ്മളെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. വെറും മിൽക്ക് മെയ്ഡിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സേമിയ പായസം, അതും പിങ്ക് സേമിയ പായസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.